വാട്ട് മിറാക്കിൾസ് ഈസ് കമ്മിങ് ടുവേർഡ്സ് യു? നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്ത് മിറാക്കിൾസ് ആണ് വരാൻ പോകുന്നത്? എന്ത് സർപ്രൈസ് ആണ് നിങ്ങൾ ഉടനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ദിസ് കുഡ് ബി ദ വൺ. ഓക്കെ, നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളൊരു പേഴ്സൺ ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നൊരു സമയമാണ്. ആൻഡ് യെസ്, ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നൊരു സമയമാണ്. നിങ്ങൾക്ക് ഒരുപാട് ലോസ് ഫീലിംഗ് ഒക്കെ ഉണ്ടാവുകയാണ്. ഈ ഒരു സെപ്പറേഷൻ പീരീഡിലായിരിക്കാം ചിലപ്പോൾ നിങ്ങളുള്ളത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് കടക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ലഭിക്കുന്നത്. യെസ്, റീച്ചിങ് കൺക്ലൂഷൻസ്. നിങ്ങളുടെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ എന്തൊക്കെ നെഗറ്റിവിറ്റീസ് ആണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, നിങ്ങൾ ഒരുപാട് സൈലൻസ് ആയിട്ട് തന്നെ സഫർ ചെയ്യുന്നുണ്ടാവും. ഒരുപാട് മറ്റ് വ്യക്തികളോട് പോലും ഷെയർ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അത്രമാത്രം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വിഷമങ്ങൾ പോലും നിങ്ങൾ ആരോടും പറയാതെ ഒറ്റയ്ക്ക് തന്നെ നിങ്ങൾ സഫർ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ ആ ഒരു സിറ്റുവേഷനിലാണ് ഒരു കൺക്ലൂഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, ഒരുപാട് റെയിൻബോ സൈൻസ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് ഫെതർ സൈൻസ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ അതുപോലുള്ള ഏഞ്ചൽ നമ്പേഴ്സ് ആയിരിക്കാം, ബട്ടർഫ്ലൈ സൈൻസ് ആയിരിക്കാം, അങ്ങനെ യൂണിവേഴ്സിൻ്റെതായിട്ടുള്ള ഒരുപാട് പോസിറ്റീവ് സൈൻസ് നിങ്ങൾ കാണുന്നുണ്ടാവാം. അതിൻ്റെ എല്ലാം ആ ഒരു ഫലം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ആ ഒരു മാറ്റം തന്നെയാണ്. ഓക്കെ, യെസ്, അൺകണ്ടീഷണൽ ലവ്. ഇത് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ആ ഒരു മാറ്റം, ആ ഒരു സർപ്രൈസ്, ആ ഒരു മിറാക്കിൾ എന്ന് നമുക്കിവിടെ വ്യക്തമാവുകയാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്, അതായത് നിങ്ങൾക്ക് കണ്ടീഷൻസ് ഒന്നുമില്ലാത്ത അത്രമാത്രം ആഴമേറിയ ഒരു സ്നേഹമാണ് നിങ്ങളിലേക്ക് വരുന്നത്. മേ ബി നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു സ്നേഹം നിങ്ങളുടെ പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവാം. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന, നിങ്ങൾ അത്രമേൽ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിട്ട് കണ്ടിരുന്ന ആ ഒരു സ്നേഹം നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നതായിരിക്കാം. യെസ്, ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ സെപ്പറേഷനിലാണ്. മേ ബി ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുപാട് ജീവിത പാഠങ്ങൾ നൽകിയിട്ടുണ്ടാവാം. എസ്പെഷ്യലി നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാവുന്നത്, അവരുടെ ലൈഫിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകിയിരുന്നൊരു വ്യക്തി, അല്ലെങ്കിൽ അവരുടെ ലൈഫിൻ്റെ ഒരു ഹീലിംഗ് നിങ്ങൾ തന്നെയായിരുന്നു. നിങ്ങളുടെ പ്രസൻസ് തന്നെയായിരുന്നു അവരുടെ ലൈഫിലുള്ള എല്ലാത്തരം പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമെന്ന് അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു സെപ്പറേഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും നിങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയാനുമുള്ളൊരു അവസരമായിരുന്നു. ആൻഡ് യെസ്, തീർച്ചയായിട്ടും ഒരു അവേക്കനിങ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും, എസ്പെഷ്യലി നിങ്ങളുടെ പേഴ്സണ് കൂടുതലായിട്ട് ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഓക്കെ, അത് നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണ് കൂടുതലായിട്ട് നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള ഒരു എന്താണ്, ആ ഒരു അവസരമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ആ ഒരു ആഗ്രഹമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. യെസ്, തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചുണ്ടായിരുന്ന സമയങ്ങൾ എന്ന് പറയുന്നത് അത്രമാത്രം അവർക്ക് സന്തോഷം പകർന്നു നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് തിരികെ നൽകണം എന്ന് ആ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസിങ് സിറ്റുവേഷൻ ഉണ്ടാവുള്ളൂ എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കണം എന്ന് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും മീറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ പരസ്പരം തുറന്ന് പറഞ്ഞ് ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് നിങ്ങൾ ലൈഫിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് കാണുന്നുണ്ട്. മേ ബി അത്തരം ഒരു ഡിസിഷൻ നിങ്ങളുടെ പേഴ്സൺ എടുക്കുന്നുണ്ടാവാം. യെസ്, തീർച്ചയായിട്ടും ഈ വ്യക്തി അത്രമാത്രം നിങ്ങളെ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു മിറാക്കിൾ എന്ന് പറയുന്നത് നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളുടെ മുന്നിലേക്ക് വരും എന്നുള്ളതാണ്.
ഓക്കെ. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ മുന്നിലേക്ക് വരുമെന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ആ ഒരു മിറാക്കിൾ. ഓക്കെ. അത്രമാത്രം ആഴമേറിയ ഒരു റിലേഷൻഷിപ്പാണ്. അതിൻ്റെ ആ ഈ നിങ്ങളുടെ പ്രണയത്തിൻ്റെ ആ ഒരു ആഴം അല്ലെങ്കിൽ ആ ഒരു ഡെപ്ത് എത്രമാത്രം വലുതാണ് എന്ന് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ മാസ്റ്റർ കാർഡിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് നിങ്ങളുടെ പാസ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ മറന്നു പോകുന്ന രീതിയിൽ അത്രമാത്രം ഉള്ള ഒരു ചേഞ്ച് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. മേ ബി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മറന്നു പോകും. അത്രമാത്രമുള്ള ഒരു ചേഞ്ച് നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ ഏറെയുള്ളൊരു മാറ്റമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഓക്കെ. Expect miraculous change in your love life. ഓക്കെ. ഡെഫിനറ്റ്ലി ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് ഫസ്റ്റ് കാർഡ് തന്നെ നമുക്ക് ഇവിടെ ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് അവർ നിങ്ങൾക്ക് ഒരു മെസ്സേജ് ചെയ്യുന്നതായിരിക്കാം, നിങ്ങളെ കോൾ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ. അത്രയും സൂൺ എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് കിട്ടുന്നത്. സ്റ്റെബിലിറ്റി തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്രയും നാളും നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു സ്റ്റെബിലിറ്റിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വളരെ പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്നത്. ആൻഡ് യെസ്, ആൻസേഴ്സ് അറൈവിങ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇന്ന് മുതൽ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ മെസ്സേജ് ലഭിക്കുന്നത്. ആൻഡ് അഡിക്റ്റഡ്, തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുന്നത് അത്രമാത്രം നിങ്ങളോട് അഡിക്ഷൻ തോന്നുന്ന ഒരു സമയമാണ് ആ വ്യക്തിക്ക്. അത്രമാത്രം ഒരു ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങളോട് തോന്നുന്നുണ്ട്. അത്രയും സ്ട്രോങ് ഫീലിങ്സ് ആണ് അവരുടെ മനസ്സിലുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനും ഈ റിലേഷൻഷിപ്പ് ഒരു സോളിഡ് റിലേഷൻഷിപ്പായിട്ട് മാറണം എന്നും ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂണിവേഴ്സിനോട് തന്നെ ചോദിച്ചിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നിങ്ങൾക്കിവിടെ ലഭിക്കുന്നത്. ഓക്കെ. വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത്രയധികം അൺകണ്ടീഷണൽ ആയിട്ടൊരു ലവ്, അത്രയും സ്നേഹം, നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താണോ പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് കിടക്കുക. ആ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കാതെ നിങ്ങൾ മുന്നോട്ട് ചിന്തിക്കുക. ഓക്കെ. തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് അവർ മടങ്ങി വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. അതിന് വേണ്ടിയിട്ടൊരു ആക്ഷൻ എടുക്കാനാണ് അവർ ഡിസിഷൻ എടുത്തിരിക്കുന്നത്. ഓക്കെ.